ഹലോ ആൻഡ് വെൽക്കം ടു അനന്ത IAS അക്കാഡമി. ജനുവരി 24 2026 കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ന്യൂസുകളാണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ ഒന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുമ്പോൾ നമുക്കറിയാം 2027 സെൻസസ് വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ആ സെൻസസിന് ശേഷം വരേണ്ട ഒരു പ്രോസസ് എന്ന് പറയുന്ന ഒരു അതിനുശേഷം നടക്കേണ്ട ഒരു പ്രോസസ്സാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോയുടെ മേജർ അജണ്ട എന്ന് പറയുന്നത് ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനെ കുറിച്ചും അതേപോലെ തന്നെ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ UPSCക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കണം. അതേപോലെ തന്നെ നമ്മൾക്ക് ഇതിനകത്ത് കുറച്ച് ഫാക്ട്സുകൾ നമ്മൾ നോക്കണം. നമ്മൾ നോക്കുകയാണെങ്കിൽ 2014 പ്രിലിംസ് പേപ്പറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തിട്ടായിരുന്നു ഡീലിമിറ്റേഷൻ കമ്മീഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം എന്താ PYQ നിന്നുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇൻഫോർമേഷൻ കിട്ടുക, ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ thorough ആയിട്ട് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ചൊന്നും വായിക്കേണ്ടതോ അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു വേറെ ഒരു വീഡിയോ കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം കോംപ്രഹെൻസീവ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ആർട്ടിക്കിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡീലിമിറ്റേഷനെ കുറിച്ച് സംസാരിക്കാം. അപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, ഒരു ഡെമോക്രസിയാണ് ഇന്ത്യ. അപ്പോ ഈ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ജനങ്ങളാണ് അവരുടെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും പരമമായിട്ടുള്ള സുപ്രീം ആയിട്ടുള്ള പവർ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ പീപ്പിളിനെ തന്നെ ഭരിക്കുന്നു, ജനങ്ങൾ അവരെ തന്നെ ഭരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഈ ഫിലോസഫിക്കലി സ്പീക്കിംഗ് ഡെമോക്രസി എന്ന് പറയുന്നത്. പക്ഷേ അത് ടെക്നിക്കലി ഒരിക്കലും പോസിബിൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ്. കാരണം ഡെമോക്രസിയിൽ നമുക്കിപ്പോ ഇന്ത്യ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്കൊരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ, അല്ലെങ്കിൽ നമ്മൾ ട്രൂ സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ, അതായത് ഇപ്പൊ GST എന്ന് പറയുന്ന ഒരു പുതിയ സംഗതി അല്ലെങ്കിൽ ഒരു പുതിയ ടാക്സ് കളക്ഷൻ സിസ്റ്റം നമ്മൾക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളുടെ 140 കോടി വരുന്ന ജനങ്ങളെ ഒരുമിച്ചിരുത്തി നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ അതിന്റെ ഒരു കൺസെൻസസിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. ആ ഒരു കണ്ടീഷൻ ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോ ആ ഒരു കണ്ടീഷൻ പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറി. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ്, ഡയറക്ട് ഡെമോക്രസി അല്ല. സ്വിറ്റ്സർലൻഡ് പോലുള്ള ചില രാജ്യങ്ങളും ഡയറക്ട് ഡെമോക്രസിയാണ്, അവിടെ പ്ലെബിസൈഡും അതേപോലെ റെഫറൻഡം അതേപോലെ റീകോൾ എന്നിങ്ങനെ പറയുന്ന കുറച്ച് എലമെന്റ്സ് ആണ് ഈ ഡയറക്ട് ഡെമോക്രസിയുടെ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോ അതിന് വിപരീതമായിട്ട് ഈ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സോഷ്യൽ കോൺട്രാക്ടിന്റെ ബേസിസിലാണ്. അപ്പൊ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയിൽ നമുക്ക് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും പരമമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രതിനിധികൾ ലോക്സഭയിലും രാജ്യസഭയിലും അതേപോലെ തന്നെ നമ്മളുടെ നിയമസഭകൾ, സംസ്ഥാന നിയമസഭകളിലുമെല്ലാം ഇരിക്കുന്നു. ഇവര് എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനിലേക്ക് വരാനായിട്ട് ഞാൻ ഇത്രയും പറയാൻ കാരണം, ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എത്ര സീറ്റുകളാണ് നമുക്ക് ഓരോ സംസ്ഥാനത്തിൽ നിന്നും ലോക്സഭയിലേക്കും, അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മണ്ഡലങ്ങൾ, കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ നമ്മൾക്ക് ഈ ഒരു ജനാധിപത്യ രാജ്യത്തിലേക്ക് നമ്മളുടെ റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഓരോ മണ്ഡലങ്ങളിൽ നിന്നാണ്. ഇപ്പൊ ഓരോ നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, ഓരോ ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്, പഞ്ചായത്ത് വാർഡുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം തരംതിരിക്കുക, ഇതിനെല്ലാം ഡീലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ മണ്ഡലം ക്രിയേറ്റ് ചെയ്യണോ, പുതിയ മണ്ഡലം ക്രിയേറ്റ് ചെയ്യണ്ടേ, എത്ര എണ്ണം പുതിയത് ക്രിയേറ്റ് ചെയ്യണം എന്നിങ്ങനെയെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണ്. ഓക്കെ, അപ്പോ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഓരോ സീറ്റുകളും ഒരു സ്റ്റേറ്റിൽ എത്ര സീറ്റുകൾ വേണം, അതിന്റെ ബൗണ്ടറി എന്താണ്,
എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് എന്ത്, നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഡീലിമിറ്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏതൊക്കെ സീറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്? ലോക്സഭയിലേക്കും അതേപോലെ തന്നെ നിയമസഭാ അസംബ്ലികളിലേക്കുമുള്ള ഇലക്ഷനിന് ഇത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബിന്റെയും റെപ്രസെന്റേഷൻ എത്ര പെർസെന്റേജ് വേണം, അല്ലെങ്കിൽ അവർക്ക് എത്ര സീറ്റ് കൊടുക്കണം, ഈ സീറ്റ് SC സീറ്റ് ആണോ, ഈ സീറ്റ് ST സീറ്റ് ആണോ എന്നുള്ളതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാണ്? ഒരു ഡീലിമിറ്റേഷൻ പ്രോസസ്സിലൂടെയാണ്. അപ്പൊ ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടപ്പിലാക്കാനായിട്ടാണ് ഡീലിമിറ്റേഷൻ കമ്മീഷനെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഓരോ സെൻസസിന് ശേഷവും ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 4 തവണയാണ്, ഇതായിരുന്നു ചോദ്യം, 2024 ചോദ്യം, ഇന്ത്യയിൽ എത്ര തവണ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു എന്നുള്ളതായിരുന്നു ചോദ്യം. ഇന്ത്യയിൽ 4 തവണയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം, 4 തവണയാണ് ഇന്ത്യയിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെറ്റപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആദ്യമായി സെറ്റപ്പ് ചെയ്യപ്പെടുന്നത് 1952 പിന്നീട് 1963 വന്നു, പിന്നെ 1973 വന്നു. അപ്പോ നോക്കൂ, അപ്പോൾ റെഗുലർ ആയിട്ട് ഓരോ 10 വർഷം, അതായത് 52, 63, 73 എല്ലാ 10 വർഷം കഴിയുമ്പോഴും എന്ത്, ആദ്യത്തെ 3 തവണയും ഡീലിമിറ്റേഷൻ കമ്മീഷനെ കൊണ്ടുവന്നു. പിന്നീട് വരുന്നത് 2002 ഓക്കെ, 2002 പിന്നീട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഓക്കെ, സോ ഇതാണ് ഡീലിമിറ്റേഷനെ കുറിച്ച് നമുക്ക് മേജർലി പറയാനായിട്ടുള്ള കാര്യം. അപ്പോ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. കാരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നമ്മളുടെ ലോക്സഭയിലേക്കും അതേപോലെ രാജ്യസഭയിലേക്കും എന്താ, പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഒരു എലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആ ഒരു എലക്ഷന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊവിഷൻ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രേസ് ചെയ്തിട്ടാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ കുറച്ച് ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു ആർട്ടിക്കിളിൽ അദ്ദേഹം മെൻഷൻ ചെയ്യുന്ന ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമായിരുന്നു, SY ഖുറേഷി സാറാണ് ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ മുൻ ഇലക്ഷൻ കമ്മീഷണർ ആണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. അപ്പോ അദ്ദേഹമാണ് ഈ ആർട്ടിക്കിളിന്റെ ഓതർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സെൻസസ് പ്രകാരമായിരിക്കണം എന്ത്, നമ്മുടെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഡീലിമിറ്റ് ചെയ്യേണ്ടത്. അതായത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് സീറ്റുകൾ നമ്മൾ വിഭജിച്ച് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാല്, ഇതിനിടയിൽ ഒരു 1965കളുടെ അവസാനവും 70കളുടെ തുടക്കത്തിലെല്ലാം എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്ര നിർദ്ദേശം ഉണ്ടായിരുന്നു, ജനസംഖ്യാ വർധനവ് വളരെ കൂടുതലാണ്, വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ മുൻനിർത്തി പോപ്പുലേഷൻ കൺട്രോളുകൾ മെഷേഴ്സ് ഒരുപാട് എടുക്കണം എന്ന് പറയുന്നു. അത് നോർത്തേൺ സ്റ്റേറ്റ്സിന് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല, അവർക്കത് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ സദേൺ സ്റ്റേറ്റ്സ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ കർണാടക എല്ലാം അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. ബർത്ത് കൺട്രോൾ മെഷേഴ്സും അതേപോലെ തന്നെ ജനസംഖ്യാ നിരക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ, റീപ്ലേസ്മെന്റ് റേഷ്യോ എന്ന് പറയും അല്ലെ, അപ്പൊ റീപ്ലേസ്മെന്റ് റേഷ്യോനെക്കാട്ടിലും താഴെയാണ് ഇന്ത്യയിലെ കറന്റ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോ പക്ഷേ കമ്പയർഡ് ടു ദി നോർത്തേൺ സ്റ്റേറ്റ്സ്, നമ്മളുടെ ആ ഒരു ഹിന്ദി സ്പീക്കിംഗ് ബെൽറ്റിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, അവിടെയുള്ള ആളുകളുടെ ജനസംഖ്യാ വർധനമാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തില് നമ്മളുടെ അതായത് 1971 സെൻസസ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്ന സമയത്ത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, അവരെന്ത് ചെയ്തു, അവര് 1976 ഡീലിമിറ്റേഷൻ ആക്ട് പ്രകാരം 1971 സെൻസസ് പ്രകാരമാണ് ഡീലിമിറ്റേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നീട് 2001 എന്ത് ചെയ്തു, അവര് പറഞ്ഞു ഒരിക്കലും ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഇപ്പൊ പോപ്പുലേഷന്റെ ബേസിസിൽ, ശ്രദ്ധിച്ച് കേൾക്കണം, ഇതൊരു ട്രിവിയൽ ആണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അതായത് 1971 ഒരു സെൻസസ് നടന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ 1976 എന്ത് വന്നു, ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്നു. ഇതേ രീതിയിൽ 2002 നമ്മുടെ സെൻസസ് കംപ്ലീറ്റ് ആയി, ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്നു. പക്ഷേ അപ്പോഴും ഫ്രോസൺ ചെയ്തൊരു കാര്യം എന്താ, പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1971 മതി എന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, കാരണം
എന്താണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പോപ്പുലേഷൻ കൺട്രോൾ ആണ്. ഒരു പക്ഷേ നമ്മളെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുതിയ സെൻസസ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ ഗുഡ് ഗവേണൻസിന്റെ പേരിൽ നല്ല അച്ചടക്കത്തോടുകൂടി നമ്മളുടെ ബെർത്ത് കൺട്രോൾ മെഷേഴ്സും അതേപോലെ പോപ്പുലേഷൻ റേറ്റും കൺട്രോൾ ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് ഡിസഡ്വാൻറ്റേജസ് ആവുന്ന രീതിയിലായിരിക്കും ഡീലിമിറ്റേഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ, പുതിയ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ നിർണ്ണയിച്ചാൽ അതൊരു കോൺഫ്ലിക്റ്റ് ആണ്. ശരിക്കും ഒരു ഗവേണൻസ് ഇനീഷ്യേറ്റീവ്, അതായത് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് നല്ല രീതിക്ക് ഇംപ്ലിമെന്റ് ചെയ്ത സ്റ്റേറ്റുകളെ റിവാർഡ് ചെയ്യുന്നതിന് പകരം പണിഷ് ചെയ്യുന്നത് പോലെ ഇരിക്കും. എന്ത്? അവരുടെ സീറ്റുകൾ വെട്ടി കുറച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് എന്ത് ചെയ്തത്, നമ്മളുടെ 84ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിൽ എന്ത് പറഞ്ഞു, 2026 വരെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഏത് വർഷത്തെ സെൻസസിന്റെ ബേസിസിലായിരിക്കും? 1971 ബേസിസിലായിരിക്കും. ഓക്കെ, സോ അപ്പോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗുഡ് ഗവേണൻസ് ഇതൊരു ഗവേണൻസിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ഡീലിമിറ്റേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോ ഈ ഒരു ഡീലിമിറ്റേഷനിൽ ഇപ്പൊ ഇത് ഇങ്ങനെ പ്രശ്നങ്ങളാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ വേണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ആ ഒരു പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ എഫോർട്ട് ഇട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അതൊരു പ്രശ്നത്തിലേക്ക് മാറും. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു വേ ഫോർവേഡ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതിന്റെ ഇമ്പോർട്ടൻസ്, അതായത് നമ്മൾ ഇതിനകത്തുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് പറയുന്നതിന് മുന്നേ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്താണ്, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ്, എന്താണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, റെപ്രസെന്റേഷൻ, സംസ്ഥാനങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ കിട്ടണം. ഓരോ രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും അവരുടെ കൺസേൺസ് പറയുന്നത് എവിടെയാണ്, അവരുടെ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ അവരുടെ ഒരു ലോക്സഭ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളുടെ കുത്തകയായിട്ടുള്ള സ്ഥലമൊന്നും അല്ലല്ലോ. എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ നൽകി അവരുടെ കൺസേൺസ് റേസ് ചെയ്ത് അവരുടെ പ്രോബ്ലംസിന് പരിഹാരം കാണാമല്ലോ. അപ്പോ ഈ പുതിയ ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ അപ്പോ ആ ഒരു റെപ്രസെന്റേഷൻ എൻഷുർ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഡീലിമിറ്റേഷന്റെ ഏറ്റവും വലിയ ബ്യൂട്ടിയാണ്. പോപ്പുലേഷൻ പ്രോപ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് ഡീലിമിറ്റേഷൻ ആണ്. ഓക്കെ, ദെൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഏതൊക്കെ സീറ്റുകളാണ് SC സീറ്റുകൾ, ഏതൊക്കെ സീറ്റുകളാണ് ST സീറ്റുകൾ എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്, ഈ പറഞ്ഞിട്ടുള്ള ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണ്. ഓക്കെ, അത് കൂടാതെ ഇത് ഏറ്റവും കൂടുതൽ അപ്പോ എന്താ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഫെഡറലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഡീലിമിറ്റേഷൻ തന്നെയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഒരു പ്രോസസ്സിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, സോ ഇനിയിപ്പോ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറന്റ് പ്രോബ്ലം ഞാൻ പറയും, ഏറ്റവും ക്രക്സ് ഓഫ് ദ പ്രോബ്ലം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഈ ക്രക്സ് ഓഫ് ദ പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, എന്താണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനിയും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, എന്തായിരിക്കാം ഈ ഒരു ആർട്ടിക്കിളിൽ സാറ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, ഈ വരുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനും അവരുടെ സെൻസസിന്റെ ഡേറ്റ എന്ത് ചെയ്യുക, ഫ്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പോപ്പുലേഷന്റെ ഡേറ്റ ഫ്രീസ് ചെയ്ത് 1971 അടിസ്ഥാനത്തിൽ തന്നെ എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ തീരുമാനം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നതിന്റെ കൂടെ ഹോൾ കൺട്രിയിലെ ഫെർട്ടിലിറ്റി റേറ്റിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആവുന്നത് വരെ, ഫെർട്ടിലിറ്റി റേറ്റ് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത് വരുന്നത് വരെ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക, നമ്മളുടെ റെപ്രസെന്റേഷൻ, അതായത് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള പോപ്പുലേഷൻ ബേസ്ഡ് അലോക്കേഷൻ ഓഫ് സീറ്റ്സ് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ മെഷറായിട്ട് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മൾക്ക് സീറ്റുകൾ കുറച്ച് കൂടുതൽ കൊണ്ടുവരിക. അതായത് ഇപ്പൊ നിലവിൽ നമ്മുടെ ലോക്സഭാ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 543 സീറ്റുകളാണ്. ഈ 543 നിന്നും 750 888 ഒക്കെ കൂട്ടുക എന്നുള്ളതാണ് അടുത്തൊരു സജഷൻ. അപ്പോ എന്ത് പറയുന്നു, അപ്പോ അതുകൂടി പറയും, അത് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നു, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, സ്റ്റേറ്റുകൾക്ക് നിലവിലുള്ള സീറ്റ് അത്രയും തന്നെ പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് പോപ്പുലേഷൻ കൂടുതൽ വരുന്ന സ്ഥലത്ത്, അതായത് പോപ്പുലേഷൻ കൂടുതൽ വരുന്ന സ്ഥലത്ത്
ആ എക്സ്ട്രാ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് എക്സ്ട്രാ സീറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഈ 543 കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയുന്നതിനെ വെട്ടിമാറ്റി 700 അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ 800 അല്ലെങ്കിൽ 888 750 സീറ്റുകളായിട്ട് വർദ്ധിപ്പിച്ചിട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സീറ്റുകളെ പഴയതിൽ നിന്നും വെട്ടിക്കുറച്ച്, അതായത് ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കുറച്ചിട്ട് ആ ഒരു സീറ്റ് യു പിക്ക് കൊടുക്കാൻ നിൽക്കാതെ കേരളത്തിന്റെ എത്രയായിരുന്നു സീറ്റ്, ഒരു സംസ്ഥാനത്തിന്റെ സീറ്റ് പോലും കുറയ്ക്കാതെ മറ്റ് സംസ്ഥാനത്തിന് പുതിയതായിട്ട് വരുന്ന സീറ്റുകൾ എന്ത് ചെയ്യുക, അത് പുതിയ സീറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അത് അടുത്തൊരു സജഷനാണ്, വളരെ മനോഹരമായ സജഷനാണ്. ഓക്കെ, ദെൻ അടുത്തൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു ഫോർവേഡ് ചെയ്തിട്ടുള്ള അടുത്തൊരു എസ് വൈ ഖുറേഷി സാർ പറഞ്ഞിട്ടുള്ള അടുത്ത ഒരു സജഷൻ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഓരോ സ്റ്റേറ്റിനും സീറ്റുകൾ കൊടുക്കുന്നത് അവരുടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവരുടെ ഈ പറഞ്ഞിട്ടുള്ള പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ഈ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമാക്കാൻ നിൽക്കാതെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തില്, ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനത്തില്, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കണക്കാക്കിക്കൊണ്ടും അതേപോലെ തന്നെ അവരുടെ ആ ഒരു എന്താ പറയാ ഹെൽത്ത്, ലിറ്ററസി, ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് ഒരു നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ വർക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ടാക്സ് പൂൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളതിന് ക്രൈറ്റീരിയ ഫൈനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 280 പ്രകാരം കൊടുക്കുന്നത് പോലെ എന്ത് ചെയ്യുക, ഈ ഡിലിമിറ്റേഷൻ കമ്മീഷനും ഒരൊറ്റ ക്രൈറ്റീരിയയിൽ മാത്രം വർക്ക് ചെയ്ത് നിൽക്കാതെ കുറച്ച് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയാസ്, ഒരു 80% പോപ്പുലേഷൻ ഓൾറൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ബാക്കി ഒരു 20% ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഡെവലപ്മെന്റൽ പ്രോസസ്സുകൾ, സോഷ്യോ ഇൻഡിക്കേറ്ററുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ വെൽഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ. അപ്പൊ എന്ത് ചെയ്യാം, ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം കൂടി നമുക്ക് ഇതിന്റെ കൂടെ ബൂസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ അതുകൂടി ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അടുത്ത ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വേറെ ഒരു രീതി എന്ന് പറയുന്നത് ഈ രാജ്യസഭ അടുത്ത ഒരു റെക്കമെൻഡേഷൻ അദ്ദേഹം പറഞ്ഞതാണ്, രാജ്യസഭയിലേക്കുള്ള സീറ്റില് ഈ ഡൊമിസൈൽ എന്ന് പറയുന്നത്, അതായത് ഒരു രാജ്യസഭ എം പി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് മാത്രം, അതായത് അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തെ മാത്രമേ റെപ്രസെന്റ് ചെയ്യാവൂ എന്ന് പറയുന്ന ക്രൈറ്റീരിയ എന്ത് ചെയ്യുക, മാറ്റുക. അത് മാറ്റിയാലുള്ള ഗുണം എന്താണ്, ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ഒരു എം പിക്ക് ഓൾ ഇന്ത്യ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറും. ഓക്കെ, സോ അപ്പൊ എന്താ സംഭവിക്കുക, എനിവൺ ക്യാൻ എലക്ടഡ് ഫ്രം എനിവെയർ. അപ്പൊ യു പിയിൽ നിന്ന് ഒരുപാട് സീറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ യു പിയിലെ ഒരാൾക്ക് കേരളത്തിൽ നിന്ന് എന്ത് ചെയ്യാം, അയാളുടെ രാജ്യസഭാ അംഗത്വം സ്വീകരിക്കാം. അപ്പോ അങ്ങനെയുള്ള അടുത്ത കുറച്ച് സജഷൻസ് ആണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ പറയുന്ന സജഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, വലിയ സ്റ്റേറ്റുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡിലിമിറ്റേഷൻ കമ്മീഷൻ വരുന്നതിലൂടെ ഇപ്പോ യു പി, ബീഹാർ 2 സ്റ്റേറ്റുകൾ മാത്രം നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 28-29% സീറ്റുകൾ ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് ലഭിക്കും. അപ്പൊ ഈ ഒരു വേളയിൽ ഇത്രയും വലിയൊരു സംസ്ഥാനം ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ചെറുതാക്കുക, സംസ്ഥാനങ്ങളെ ചെറുതാക്കുക എന്നുള്ളതാണ് അടുത്തൊരു വഴി എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളെ ചെറുതാക്കുക എന്ന് പറയുമ്പോൾ ഒരു 2000-ന്റെ തുടക്കത്തില് നമ്മുടെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം ഉത്തർപ്രദേശിൽ നിന്നും ബൈഫർക്കേറ്റ് ചെയ്ത് പുതിയ സ്റ്റേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തല്ലോ. അതേപോലെ ഇപ്പൊ യു പിയിലും എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും യു പിയെ ചെറുതാക്കുക, ചെറിയ സംസ്ഥാനങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഒരു 3-4 സംസ്ഥാനങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ നമ്മൾ യു പിയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും ഒരു ബുണ്ടേൽഖണ്ഡ് റീജിയൻ, നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട്, ബുണ്ടേൽഖണ്ഡ്, ബാഗൽഖണ്ഡ്, ആ റീജിയനൊക്കെ. അപ്പൊ ഈ ബുണ്ടേൽഖണ്ഡ് റീജിയനില് അതേപോലെ തന്നെ ആ ഒരു റീജിയനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ഹുഡിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഹുഡിന് ഡിമാൻഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ബീഹാറും ഉത്തർപ്രദേശും ഒക്കെ നമ്മൾ ചെറിയ സംസ്ഥാനങ്ങളാക്കി കുറയ്ക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസീസ് കൊണ്ടുവരാം. അതിന്റെ കൂടെ തന്നെ ഈ പുതിയ പരിപാടികൾ, അതായത് പുതിയ ഡിലിമിറ്റേഷൻ വരുമ്പോൾ ഒരിക്കലും ഒരു സംസ്ഥാനത്തിന് മാത്രം ഇത്രയും ഹയസ്റ്റ് പെർസെന്റേജ് ഓഫ് സീറ്റുകൾ കിട്ടാതെ ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. അത് നല്ലൊരു സിറ്റുവേഷൻ ആണ്. അപ്പോ എല്ലാവരും വൈഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരൊറ്റ സംസ്ഥാനത്തിന് മാത്രം ഇത്രയും അതോറിറ്റേറ്റീവ് ആയിട്ട് വരാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മുടെ രാജ്യസഭയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കും. അപ്പോഴാണ് ഒരു അക്കൗണ്ടബിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സംഗതി എൻഷുർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോ ഈ ഒരു രീതിയിൽ ഇതൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഖുറേഷി സാറ് പറയുന്ന നമ്മളുടെ
റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നമുക്ക് എഴുതാം. ഇനി ഞാൻ ഇത് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പ്രിലിംസിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രിലിംസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കുറച്ച് ഫാക്ട്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീലിമിറ്റേഷൻ കമ്മീഷനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ആണ്. ഓക്കെ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ആണ്. അപ്പോൾ ഒരിക്കലും ഇലക്ഷൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ഒന്നുമില്ല. പക്ഷെ ഡീലിമിറ്റേഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷനും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മാത്രം മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജും പിന്നെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും പിന്നെ അതേപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു അവരെ ഒരുമിച്ചാണ് ഇതിനെയാണ് ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് ആശ്രയിച്ച് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ പവേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ദ ട്രൂ സ്പിരിറ്റ് ഓഫ് ഫെഡറലിസം എൻഷുർ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ ആ ട്രൂ ഫെഡറലിസം എൻഷുർ ചെയ്യണം. ആ ട്രൂ ഇൻഷുറൻസ് ആ ഒരു പ്രോപ്പർ റെപ്രസെന്റേഷനിലൂടെ തന്നെ ആ ഒരു ട്രൂ ഫെഡറലിസം എൻഷുർ ചെയ്യുക എന്ന് പറയുന്ന ഡ്യൂട്ടി അതിന്റെ എന്താ പറയാ പിറ്റ് ആൻഡ് സബ്സ്റ്റൻസസിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് സെൻസസ് നടക്കണം. അപ്പൊ ഏറ്റവും ആവശ്യം എന്താണ്, സോഷ്യോ എക്കണോമിക് സെൻസസ് ആണ്. നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ തന്നെ സോഷ്യോ എക്കണോമിക് സെൻസസിനെ കുറിച്ചുള്ള അനാലിസിസ് വീഡിയോസ് മാത്യു സാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഗവേണൻസ് സ്ട്രക്ചർ, ഗുഡ് ഗവേണൻസിനെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടും പ്രോപ്പർ റെപ്രസെന്റേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടും പുതിയ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വർക്ക് ചെയ്യണമെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ആർട്ടിക്കിളിൽ നിന്ന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ഡീപ്പായി 20 മിനിറ്റ്സോളം എടുത്തു എന്ന് എനിക്കറിയാം. പക്ഷെ നമുക്കിത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു ഇത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ആർട്ടിക്കിളാണ്. നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ നോക്കുമ്പോൾ നമ്മുടെ പൊതുവേ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഓഫ്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യ US റിലേഷനോ അല്ലെങ്കിൽ ഇന്ത്യ ബാക്കിയുള്ള ഏരിയാസ് ഓഫ് റിലേഷൻസിനെക്കാട്ടിലും കുറച്ച് ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് നിന്നിരുന്ന ഒരു റിലേഷനാണ്, ഡിപ്ലോമാറ്റിക് റിലേഷനാണ് ഇന്ത്യ EU പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യ EU പാർട്ട്ണർഷിപ്പ്. അപ്പോ ആ ഇന്ത്യ EU പാർട്ട്ണർഷിപ്പിൽ പുതിയ ഒരു നാഴികക്കല്ലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ വേൾഡ് എക്കണോമിക് ഫോറത്തിലെ ഡാവോസ് സമ്മിറ്റിൽ വെച്ച് നടക്കുന്ന സമയത്ത് EU പ്രസിഡന്റ് എന്ത് പറഞ്ഞിരുന്നു, അവര് പറഞ്ഞു വി ആർ ഗോയിങ് ടു സൈൻ എ മദർ ഓഫ് ഓൾ FTAs വിത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളുടെ വരുന്ന റിപ്പബ്ലിക് ദിനത്തില് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നതും EU പ്രസിഡന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇതിനകത്ത് മനസ്സിലാക്കുന്നത് നമ്മുടെ മെയിൻസിനാണെങ്കിലും IR റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ EUവിനെ സംബന്ധിച്ച് നമുക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. EU വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പോ കറന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ US, ഇപ്പൊ ഞാൻ എടുക്കുന്ന ഏതൊരു വീഡിയോയിലായാലും ഇപ്പോഴത്തെ ഫോറിൻ പോളിസിയിൽ സംസാരിക്കുന്ന സമയത്ത് US-ന്റെ ഇന്റർഫിയറൻസിനെ കുറിച്ച് പറയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ അല്ല, ഒരു രാജ്യമായിട്ട് US മാറിയിരിക്കുകയാണ്. വളരെയധികം കെയോസ് അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇൻസ്റ്റബിലിറ്റീസ് അവർ കാരണം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ EU എന്ത് ചെയ്യുകയാണ്, യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് ഒരു FTA സൈൻ ചെയ്യാൻ വരികയാണ്. 2007 മുതൽ നെഗോസിയേഷൻസ് തുടങ്ങിയിരുന്ന ഒരു FTA ആണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ കാരണം ഡിലേ ആയി. അപ്പോൾ ഇതിൽ ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രഡിക്ഷൻ ആണ്, എന്തായിരിക്കും ഇതിൽ കൂടുതലും വരിക എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ആ പ്രഡിക്ഷൻസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രിലിംസ് റിലേറ്റഡ് ആയിട്ട് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ടാക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏകദേശം 35 മുതൽ 40% വരെയാണ് അത് ടാരിഫായിട്ട് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ഇനത്തിൽ ടാരിഫായിട്ട് നമ്മുടെ പ്രൊഡക്ട്സിന് വെച്ച് നമ്മളുടെ പ്രൊഡക്റ്റിനെ റേറ്റ് കൂടുന്നുണ്ട് EUവിൽ. ഇപ്പൊ സ്റ്റീലും സിമെന്റ് ഇൻഡസ്ട്രി അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് കളയാനായിട്ടുള്ള ഡീൽ ഉണ്ടാവും എന്നൊരു പ്രെഡിക്റ്റ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഡിഫൻസ് ഡീലുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്സ് വർക്ക് ചെയ്യുന്നുണ്ട്.
ഈ ഇന്ത്യൻ ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ യുവിന്റെ ടെക്നോളജി കൊണ്ടുവന്ന് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നു. അപ്പോൾ അതിന്റെ കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ നോക്കുന്നു. അപ്പൊ വളരെയധികം ക്യൂരിയസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു രീതിയാണ് ഇനി ഇന്ത്യ EU റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മേജർ ആയിട്ടുള്ള ഇഷ്യൂ EU ഫേസ് ചെയ്യുന്ന മേജർ ഇഷ്യൂ ബുള്ളിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ കുട്ടികളെ ബുള്ളി ചെയ്തു എന്നൊക്കെ പറയാറുണ്ട് ആളുകൾ. അപ്പൊ ഈ ബുള്ളിങ് എന്ന് തന്നെ പറയാം. US സൈഡിൽ നിന്നുള്ള ബുള്ളിങ്ങും ചൈനയുടെ സൈഡിൽ നിന്നുള്ള അഗ്രഷനും, അപ്പൊ പിന്നെ അതേപോലെ തന്നെ റഷ്യൻ ഇന്റർഫിയറൻസ്, ഇത് മൂന്നും EU ഫേസ് ചെയ്തിരിക്കുകയാണ്. ഇവര് മൂന്ന് പേരുമായിട്ട് എപ്പോഴും അതേപോലെ തന്നെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ചൈനയും ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതേപോലെ ഇന്ത്യയും US തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു, പ്രത്യേകിച്ച് ഈ പ്രെഡേറ്റീവ് ടാരിഫും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വരുന്ന FTA വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൺസ് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള FTA പുറത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ എനിവേസ്, ഞാൻ നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ പറഞ്ഞത് മാത്രമാണുള്ളൂ. ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ്, ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്താം. നമ്മൾ അതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്.